കേരളത്തിൻ്റെ വ്യാവസായിക ചരിത്രത്തിൽ കളമശ്ശേരിയിലെ പ്രീമിയർ ടയേഴ്സ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ടയർ നിർമ്മാണ മേഖലയിൽ കേരളത്തിൻ്റെ അഭിമാനമായി മാറിയ ചരിത്രമാണ് പ്രീമിയർ ടയേഴ്സിനുള്ളത്. എന്നാൽ പിന്നീട് സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിൽ പ്രശ്നങ്ങളും നേരിടുകയും ഒടുവിൽ മറ്റൊരു വലിയ വ്യവസായ ഗ്രൂപ്പിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തു. ഈ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇന്നുവരെയുള്ള യാത്രയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ രഞ്ജിത്ത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1950കളുടെ അവസാനത്തോടെയാണ് പ്രീമിയർ ടയേഴ്സ് ലിമിറ്റഡ് എന്ന കമ്പനിക്ക് കളമശ്ശേരിയിൽ രൂപം നൽകാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നത്. 1959ലാണ് കമ്പനി ഒഫീഷ്യലി ഇൻകോർപ്പറേറ്റ് ചെയ്തത്. കേരളത്തിൻ്റെ വ്യാവസായിക ഭൂപടത്തിൽ ഒരു സുപ്രധാന അടയാളമായി മാറാൻ ലക്ഷ്യമിട്ടാണ് ഈ സംരംഭം തുടങ്ങിയത്. കളമശ്ശേരിയെ ഒരു വ്യാവസായിക കേന്ദ്രമാക്കി മാറ്റുന്നതിൽ പ്രീമിയർ ടയേഴ്സിന് വലിയ പങ്കുണ്ടായിരുന്നു. കൊച്ചി നഗരത്തിന് സമീപം ഗതാഗത സൗകര്യങ്ങളുള്ള ഒരു പ്രദേശത്ത് ടയർ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു നീക്കമായിരുന്നു. 1962 സെപ്റ്റംബറിൽ കളമശ്ശേരിയിലെ പ്ലാന്റിൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിച്ചു. ഇതോടെ പ്രീമിയർ ടയേഴ്സ് കേരളത്തിലെ വ്യവസായ മേഖലയിൽ ഒരു പ്രധാന ശക്തിയായി മാറി. ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് നേരിട്ടും അല്ലാതെയും തൊഴിൽ നൽകി. പ്രീമിയർ ടയേഴ്സ് എന്ന ഈ കമ്പനി അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ടയർ നിർമ്മാണ രംഗത്ത് മുന്നേറാൻ ശ്രമിച്ചു. കമ്പനിയുടെ വളർച്ച കേരളത്തിന്റെ സാമ്പത്തിക മേഖലയ്ക്കും വലിയ ഉണർവ് നൽകി. ടയറുകൾക്ക് രാജ്യവ്യാപകമായി വലിയ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. വാഹന വ്യവസായം വളർന്നുകൊണ്ടിരിക്കുന്നതിനാൽ ടയറുകൾക്ക് വലിയ വിപണി സാധ്യതകൾ ഉണ്ടായിരുന്നു. പ്രീമിയർ ടയേഴ്സ് ഈ സാധ്യതകൾ മുതലെടുത്ത് മുന്നേറി. ഈ കാലഘട്ടത്തിൽ പ്രീമിയർ ടയേഴ്സ് വെറും ഒരു വ്യവസായ സ്ഥാപനം മാത്രമായിരുന്നില്ല. അത് കളമശ്ശേരിയുടെയും പരിസര പ്രദേശങ്ങളിലെയും ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി. തൊഴിലാളികൾക്ക് സ്ഥിര വരുമാനം ലഭിച്ചു. അവരുടെ കുടുംബങ്ങൾ സുരക്ഷിതരായി. കമ്പനിയുടെ സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളും നടന്നിരുന്നു. കളമശ്ശേരിയിലെ പ്രീമിയർ ജംഗ്ഷൻ എന്ന പേര് പോലും ഈ സ്ഥാപനത്തിന്റെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കാം. പ്രീമിയർ ടയേഴ്സിന്റെ സുവർണകാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഘട്ടമായിരുന്നു 1970കളും 80കളും. ഈ കാലഘട്ടത്തിൽ കമ്പനി ടയർ നിർമ്മാണത്തിൽ വലിയ മുന്നേറ്റങ്ങൾ നടത്തി. ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മയും വിപണിയിലെ സ്വീകാര്യതയും പ്രീമിയർ ടയേഴ്സിനെ മുൻനിരയിലെത്തിച്ചു. ഈ സമയത്താണ് കമ്പനി ഒരു പ്രമുഖ ഫുട്ബോൾ ടീമിന് രൂപം നൽകുന്നത്. 1971 ഒളിമ്പ്യൻ റഹ്മാൻ തുടക്കമിട്ട കളമശ്ശേരി പ്രീമിയർ ടയേഴ്സ് ടീം കേരള ഫുട്ബോളിന്റെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തി. NM നജീബ്, വിക്ടർ മഞ്ഞില, സേതു മാധവൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഈ ടീമിനായി കളിച്ചു. ഇന്ത്യൻ ഫുട്ബോളിൽ ചരിത്രം സൃഷ്ടിച്ച ഈ ടീം നിരവധി വിജയങ്ങൾ നേടി. ഇത് കമ്പനിയുടെ പേര് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ചു. എന്നാൽ ഈ സുവർണ കാലത്തും വെല്ലുവിളികൾ ഇല്ലാതിരുന്നില്ല. രാജ്യത്തെ മാറുന്ന സാമ്പത്തിക സാഹചര്യങ്ങളും വർദ്ധിച്ചു വരുന്ന മത്സരങ്ങളും തൊഴിലാളി യൂണിയനുകളുമായുള്ള പ്രശ്നങ്ങളും കമ്പനിയെ പതിയെ ബാധിച്ചു തുടങ്ങി. 1970കളിലും 80കളിലും കേരളത്തിലെ വ്യവസായ മേഖലയിൽ തൊഴിലാളി സമരങ്ങൾ ഒരു സാധാരണ കാഴ്ചയായിരുന്നു. പ്രീമിയർ ടയേഴ്സിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പലപ്പോഴും തടസ്സപ്പെടുത്തി. ശമ്പള വർധനവ്, തൊഴിൽ സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ യൂണിയനുകളും മാനേജ്മെന്റും തമ്മിൽ തർക്കങ്ങൾ പതിവായി. ചിലപ്പോൾ ഈ തർക്കങ്ങൾ വലിയ സമരങ്ങളിലേക്കും ഉൽപാദനം തടസ്സപ്പെടുത്തുന്നതിലേക്കും നയിച്ചു. ഇതിനിടെ കമ്പനി സാമ്പത്തികമായി ദുർബലമാകാൻ തുടങ്ങി. ഉൽപാദന ചിലവ് വർദ്ധിക്കുകയും വിപണിയിൽ പുതിയ എതിരാളികൾ കടന്നുവരികയും ചെയ്തതോടെ പ്രീമിയർ ടയേഴ്സിന് പിടിച്ചു നിൽക്കാൻ പ്രയാസമായി. പഴയ സാങ്കേതിക വിദ്യകളും യന്ത്രസാമഗ്രികളും ഉൽപാദനക്ഷമത കുറച്ചു. ആഗോളതലത്തിലും ദേശീയ തലത്തിലുമുണ്ടായ സാമ്പത്തിക മാറ്റങ്ങൾ കമ്പനിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി. 1990കളുടെ തുടക്കത്തോടെ പ്രീമിയർ ടയേഴ്സിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമായി. കമ്പനി ഒരു സിക് യൂണിറ്റായി പ്രഖ്യാപിക്കപ്പെട്ടു. ബോർഡ് ഫോർ ഇൻഡസ്ട്രിയൽ ആൻഡ് ഫിനാൻഷ്യൽ റീകൺസ്ട്രക്ഷൻ BIFR എന്ന സ്ഥാപനം കമ്പനിയുടെ പുനരുദ്ധാരണത്തിനായി ഇടപെട്ടു. BIFRന്റെ മേൽനോട്ടത്തിൽ ഒരു പുനരധിവാസ പദ്ധതിക്ക് രൂപം നൽകി. ഈ പദ്ധതിയുടെ ഭാഗമായാണ് അപ്പോളോ ടയേഴ്സ് ലിമിറ്റഡ് ATL പ്രീമിയർ ടയേഴ്സിനെ ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത്. 1995 അപ്പോളോ ടയേഴ്സ് പ്രീമിയർ ടയേഴ്സിന്റെ ടയർ ട്യൂബ് നിർമ്മാണ യൂണിറ്റ് ഏറ്റെടുത്തു. ഇത് പ്രീമിയർ ടയേഴ്സിന്റെ ചരിത്രത്തിലെ ഒരു നിർണായക വഴിത്തിരിവായിരുന്നു. അപ്പോളോ ടയേഴ്സ് പ്രീമിയർ ടയേഴ്സിന്റെ ഓഹരികളിൽ 10 കോടി രൂപയുടെ അധിക നിക്ഷേപം നടത്തി. കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 4 കോടിയിൽ നിന്ന് 14 കോടിയായി ഉയർന്നു. കൂടാതെ കമ്പനിയുടെ രജിസ്ട്രേഡ് ഓഫീസ് മുംബൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് മാറ്റി. BIFRന്റെ ഉത്തരവ് പ്രകാരം അപ്പോളോ ടയേഴ്സ് പ്രീമിയർ ടയേഴ്സിന്റെ പ്ലാന്റ് 8 വർഷത്തേക്ക് പാട്ടത്തിനെടുത്തു. ഇതിനായി 45.50 കോടി രൂപ പാട്ട വാടകയായി പ്രീമിയർ ടയേഴ്സിന് നൽകി. പ്രീമിയർ ടയേഴ്സ് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ ടയറുകളും അപ്പോളോ ടയേഴ്സിന്റെ ബ്രാൻഡ് നാമത്തിൽ വിൽക്കാനും ധാരണയായി. ഇത് പ്രീമിയർ ടയേഴ്സിന് ഒരു പുതിയ ജീവിതം നൽകി. അപ്പോളോ ടയേഴ്സിന്റെ കീഴിൽ ഉൽപ്പാദനം തുടർന്നു.
തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാതിരിക്കാൻ ഇത് സഹായിച്ചു. 2005 മെയ് 20-ന് പ്രീമിയർ ടയർസ് ലിമിറ്റഡ് എന്ന പേര് PTL എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന് മാറ്റി. ഈ പേരുമാറ്റം കമ്പനിയുടെ മാറുന്ന സ്വഭാവത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. ടയർ നിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റ് മേഖലകളിലേക്ക് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കാൻ അപ്പോളോയുടെ ഭാഗമായ PTL എന്റർപ്രൈസസ് തീരുമാനിച്ചു. ഈ കാലഘട്ടത്തിലാണ് കമ്പനി ആരോഗ്യ പരിപാലന മേഖലയിലേക്ക് കടന്നത്. 2007 ജൂലൈയിൽ ഗുഡ്ഗാവിലെ ആർട്ടമിസ് ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി പദ്ധതിക്ക് തുടക്കമിട്ടു. ഇത് കമ്പനിയുടെ വൈവിധ്യവൽക്കരണത്തിലെ ഒരു പ്രധാന ചുവടുവെപ്പായിരുന്നു. പിന്നീട് മെഡിക്കൽ മാനേജ്മെന്റ്, പ്രൊഫഷണൽ സാങ്കേതിക വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലേക്കും PTL എന്റർപ്രൈസസ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. 2015-16 കാലഘട്ടത്തിൽ PTL എന്റർപ്രൈസസിന്റെ ഒരു ഉപകമ്പനിയുടെ പേര് ആർട്ടമിസ് ഗ്ലോബൽ ലൈഫ് സയൻസ് ലിമിറ്റഡ് എന്ന് മാറ്റി. PTL എന്റർപ്രൈസിന്റെ മെഡിക്കൽ ആരോഗ്യ പരിപാലന സംരംഭങ്ങളെല്ലാം ഈ ഉപകമ്പനിയിലേക്ക് മാറ്റി. 2016 ഏപ്രിൽ 1 മുതൽ PTL എന്റർപ്രൈസസ് ഈ ആരോഗ്യ പരിപാലന സ്ഥാപനങ്ങളുടെ ഹോൾഡിംഗ് കമ്പനി അല്ലാതായി. ഇത് PTL എന്റർപ്രൈസസിന്റെ ശ്രദ്ധ ടയർ നിർമ്മാണത്തിൽ നിന്ന് മറ്റ് മേഖലകളിലേക്ക് മാറുന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു. കളമശ്ശേരിയിലെ പ്രീമിയർ ടയേഴ്സിന്റെ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന ഭൂമിക്ക് വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. തൃക്കാക്കര നോർത്ത് വില്ലേജിലെ കളമശ്ശേരിയിലുള്ള 31.38 ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ടയർ നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുന്നതിനായി 1962-ൽ PTLന് നൽകിയതാണ്. ഈ ഭൂമി ടയർ നിർമ്മാണത്തിനല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്ന് ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ അപ്പോളോ ടയേഴ്സ് ഈ ഭൂമി വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. കളമശ്ശേരിയിലെ ടയർ നിർമ്മാണ യൂണിറ്റ് പെരുമ്പാവൂരിനടുത്തുള്ള ഇരപ്പുറം റബ്ബർ പാർക്കിലേക്ക് മാറ്റാനും കളമശ്ശേരിയിലെ സ്ഥലം IT ഹബ്, മൾട്ടിപ്ലക്സ്, ആശുപത്രി, പഞ്ചനക്ഷത്ര ഹോട്ടൽ ഉൾപ്പെടുന്ന ഒരു വാണിജ്യ ഹബ്ബായി വികസിപ്പിക്കാനും അപ്പോളോ ടയേഴ്സ് പദ്ധതിയിട്ടു. ഈ പദ്ധതിക്ക് അനുമതി നൽകുന്നതിനായി കേരള സർക്കാർ 2014-ൽ പഴയ കരാറിലെ വ്യവസ്ഥകളിൽ ഇളവ് വരുത്തി. ടയർ നിർമ്മാണത്തിനല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്ക് ഭൂമി ഉപയോഗിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥ ഒഴിവാക്കി. ഇതോടെ അപ്പോളോ ടയേഴ്സിന് 5.9 ഏക്കർ ഭൂമിയിൽ ഒരു ബിസിനസ് സെന്റർ കം ഷോപ്പിംഗ് മാൾ, കോൺഫറൻസ് ഹാൾ, ഹോട്ടൽ, ഓഫീസ് സ്പേസ് എന്നിവ സ്ഥാപിക്കാൻ അനുമതി ലഭിച്ചു. ഏകദേശം 278.15 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇതിനായി പ്രതീക്ഷിച്ചിരുന്നത്. ദേശീയപാതയോട് ചേർന്നുള്ള ഈ സ്ഥലം വാണിജ്യപരമായ വികസനത്തിന് ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി ചൂണ്ടിക്കാട്ടി. ടയർ നിർമ്മാണ യൂണിറ്റ് മാറ്റുന്നതിലൂടെ പ്രദേശത്തെ മലിനീകരണം കുറയ്ക്കാനും സർക്കാരിന് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കുമെന്നും വാദങ്ങളുണ്ടായി. എന്നാൽ ഈ നീക്കത്തിനെതിരെ തൊഴിലാളി യൂണിയനുകളും പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി. ഭൂമി യഥാർത്ഥ ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കുന്നത് ശരിയല്ലെന്നും ഇത് റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും അവർ വാദിച്ചു. എങ്കിലും സർക്കാർ ഉത്തരവ് നിലവിൽ വന്നു. കൊച്ചി മെട്രോ റെയിൽ പദ്ധതിയുടെ ഭാഗമായി പ്രീമിയർ ടയേഴ്സിന്റെ ഭൂമിയിൽ നിന്ന് ഒരു ഭാഗം ഏറ്റെടുക്കേണ്ടി വന്നു. ഈ ഭൂമിക്ക് മാർക്കറ്റ് വില നൽകണമെന്നായിരുന്നു അപ്പോളോ ടയേഴ്സിന്റെ ആവശ്യം. എന്നാൽ 2017-ൽ കേരള സർക്കാർ ഒരു ഉത്തരവ് പുറത്തിറക്കി. കമ്പനിക്ക് ഭൂമിക്ക് മാർക്കറ്റ് വില നൽകേണ്ടതില്ലെന്നും 1962-ൽ സർക്കാർ ഭൂമി കൈമാറിയപ്പോൾ ഈടാക്കിയ നാമമാത്രമായ തുകയും അതിന്റെ പലിശയും മാത്രം നൽകിയാൽ മതിയെന്നും സർക്കാർ വ്യക്തമാക്കി. ഇത് സംസ്ഥാന ഖജനാവിന് ഏകദേശം 30 കോടി രൂപയുടെ ലാഭമുണ്ടാക്കാൻ സഹായിച്ചു. കമ്പനി ഈ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും സർക്കാരിന് പഴയ കരാറിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കാനുള്ള അധികാരമുണ്ടെന്ന് കോടതി കണ്ടെത്തി. പ്രീമിയർ ടയേഴ്സിന്റെ ചരിത്രത്തിൽ തൊഴിലാളി പ്രശ്നങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. കമ്പനി സിക് യൂണിറ്റായി മാറിയപ്പോഴും അപ്പോളോ ടയേഴ്സ് ഏറ്റെടുത്തപ്പോഴും തൊഴിലാളികളുടെ തൊഴിൽ സുരക്ഷയും അവകാശങ്ങളും ഒരു പ്രധാന വിഷയമായിരുന്നു. BIFR പദ്ധതിയുടെ ഭാഗമായി തൊഴിലാളികളുമായി കരാറുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ചില തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിക്കപ്പെട്ട സംഭവങ്ങളുണ്ടായി. ഇത് വ്യാവസായിക ട്രൈബ്യൂണലുകളിലും ഹൈക്കോടതിയിലും നിയമ പോരാട്ടത്തിലേക്ക് നയിച്ചു. ട്രേഡ് യൂണിയനുകളുടെ അംഗീകാരം സംബന്ധിച്ചും തർക്കങ്ങൾ നിലനിന്നിരുന്നു. ചില യൂണിയനുകൾക്ക് മാനേജ്മെന്റുമായി ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നില്ലെന്നും തൊഴിലാളികളെ പ്രതിനിധീകരിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ടെന്നും വാദിച്ച് യൂണിയനുകൾ നിയമപരമായി മുന്നോട്ടു പോയി. പ്രീമിയർ ടയേഴ്സ് സ്റ്റാഫ് ആൻഡ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ പോലുള്ള യൂണിയനുകൾ തങ്ങളുടെ അംഗബലം ചൂണ്ടിക്കാട്ടി അംഗീകാരം ആവശ്യപ്പെട്ടു. ഇന്ന് കളമശ്ശേരിയിലെ പ്രീമിയർ ടയേഴ്സ് ഒരു ടയർ നിർമ്മാണ യൂണിറ്റ് എന്നതിലുപരി PTL എന്റർപ്രൈസസ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു വൈവിധ്യവൽക്കരിച്ച സ്ഥാപനമായി മാറിയിരിക്കുന്നു. ടയർ നിർമ്മാണ പ്ലാന്റ് ഇപ്പോഴും അപ്പോളോ ടയേഴ്സിന് ദീർഘകാലത്തേക്ക് പാട്ടത്തിന് നൽകിയിരിക്കുകയാണ്. അവിടെ ഉൽപാദനം അപ്പോളോ ടയേഴ്സിന്റെ നിയന്ത്രണത്തിലാണ് നടക്കുന്നത്. PTL എന്റർപ്രൈസസ് ഇപ്പോൾ പ്രധാനമായും അതിന്റെ ഭൂമി ആസ്തികൾ കൈകാര്യം ചെയ്യുകയും മറ്റ് നിക്ഷേപങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. കളമശ്ശേരിയിലെ ഭൂമിയിൽ വാണിജ്യപരമായ വികസനങ്ങൾ നടത്താനുള്ള പദ്ധതികൾ പുരോഗമിക്കുകയാണ്. ഇത് ആധുനിക കൊച്ചിയുടെ വ്യാവസായിക വാണിജ്യ മുഖച്ഛായ മാറ്റുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട്. ഈ സ്ഥാപനം കടന്നുപോയ ഓരോ ഘട്ടവും കേരളത്തിന്റെ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു.
തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ശക്തി, സർക്കാരിന്റെ വ്യാവസായിക നയങ്ങൾ, ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനം എന്നിവയെല്ലാം പ്രീമിയർ ടയേഴ്സിന്റെ യാത്രയെ രൂപപ്പെടുത്തി. കളമശ്ശേരിയിലെ പ്രീമിയർ ടയേഴ്സ് കേവലം ഒരു ഫാക്ടറി എന്നതിലുപരി കേരളത്തിന്റെ വ്യാവസായിക സ്വപ്നങ്ങളുടെയും യാഥാർത്ഥ്യങ്ങളുടെയും ഒരു പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.